വെൽക്കം ബാക്ക് ടു ഓൾ ട്രേഡിംഗ് ലേണിംഗ് സീരീസ് ഡേ 11. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് MSS അഥവാ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇതിനെ BOS എന്നും പറയുന്നവരുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് എ സ്ട്രക്ചർ. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് ബേസിക് ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അഥവാ MSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് റീസെൻ്റായി ക്രിയേറ്റ് ചെയ്ത ലോയിനോ ഹൈനോ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടത്തുമെന്ന് പറയാം. എല്ലാ ടൈം ഫ്രെയിംസിലും നമുക്ക് MSS ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്ത് ഫസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് MSS വർക്ക് ആവുന്നതെന്ന്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റിൽ ഒരു ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റാണ് ഞാൻ ഡ്രോ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത ഒരു മാർക്കറ്റും. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കാനും അതോടൊപ്പം തന്നെ എൻട്രികളൊക്കെ പ്ലേസ് ചെയ്യാനൊക്കെ വേണ്ടിയാണ്, ആ ഒരു കൺഫർമേഷനൊക്കെ വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും MSS യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞുതരാം. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റിൽ ഹയർ ഹൈ ഹയർ ലോ അതോടൊപ്പം തന്നെ ലോവർ ഹൈ ലോവർ ലോ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് എന്താക്കണം, മാർക്കറ്റ് റീസെൻ്റായി ക്രിയേറ്റ് ചെയ്ത ഹൈനെ ബോഡി ബ്രേക്ക് ചെയ്യണം. ഒരിക്കലും വിക്ക് വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടത് ബോഡി ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു ബോഡി ബ്രേക്ക് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു MSS ക്രിയേറ്റ് ആയെന്ന് പറയാം. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഒരു ലോവർ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബോഡി ബ്രേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റിൽ ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു MSS ക്രിയേറ്റ് ആയെന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് ബുള്ളിഷ് MSS എന്നും എന്താണ് ബിയറിഷ് MSS എന്നും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇനി എന്ത് ചെയ്യാം, ഡ്രോയിങ് കഴിഞ്ഞു, നമുക്കിനി ചാർട്ടിലോട്ട് പോയിട്ട് ലൈവായിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഞാനിവിടെ ഒരു 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എടുത്ത പടത്തിന് റീസെൻ്റായിട്ട് നമുക്ക് കുറേ MSS കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ബുള്ളിഷ് MSS ഉണ്ട്. ആ ഒരു റീസെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത ഹൈനെ മാർക്കറ്റ് ബോഡി ബ്രേക്ക് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞത് ഓർക്കണം. മാർക്കറ്റിനെ റീസെൻ്റായിട്ട് ക്രിയേറ്റ് ഹൈനെ മാർക്കറ്റ് ബോഡി ബ്രേക്ക് ചെയ്താൽ അവിടെ ഒരു ബുള്ളിഷ് MSS ഉണ്ടായി. ഓക്കെ, ജസ്റ്റ് ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയില്ലേ, നിങ്ങൾക്ക് എന്താണ് ബുള്ളിഷ് MSS എന്ന് ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്കൊരു ബിയറിഷ് MSS കൂടി നോക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ റീസെൻ്റായിട്ട് ക്രിയേറ്റ് ലോയിനെ മാർക്കറ്റ് ബോഡി ബ്രേക്ക് ചെയ്തു താഴോട്ട്. ഓക്കെ, ബോഡി ബ്രേക്ക് ചെയ്തു. സോ അവിടെ ഒരു ബിയറിഷ് MSS ഉണ്ടായി. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോയിനോ ഹൈനോ മാർക്കറ്റ് ബോഡി ബ്രേക്ക് ചെയ്യണം. ഒരിക്കലും അതിനെ വിക്ക് ബ്രേക്ക് ചെയ്താൽ പോരെ. കാരണം വിക്ക് ബ്രേക്ക് ആണെങ്കിൽ എന്താണ്, അവിടെ ഒരു സ്വീപ്പ് നടത്തുന്നതാണ് നമ്മൾ പറയുക. അവിടെ ബോഡി ബ്രേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് ആയിട്ടുള്ള MSS ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു വാലിഡ് ആയിട്ടുള്ള MSS ഫൈൻഡ് ചെയ്യാമെന്നോ അതോടൊപ്പം തന്നെ ആ ഒരു MSS യൂസ് ചെയ്ത് എങ്ങനെ എൻട്രികൾ നോക്കാമെന്നും കാണിച്ചു തരാം. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും 1 ഹവറിലെ ഒരു ചാർട്ടിൽ മാർക്കറ്റ് എന്താക്കി ആ ഒരു 1 ഹവറിലെ സ്വിംഗ് ലോയിനെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, നമ്മൾ എന്താക്കി എന്നിട്ട് 5 മിനിറ്റ്സിലോട്ട് സ്വിച്ച് ചെയ്തു. എന്നിട്ട് നമ്മളവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു സംഭവം ഉണ്ട്. എന്താണ്, മാർക്കറ്റ് റീസെൻ്റായി ക്രിയേറ്റ് ചെയ്ത ലോയിനെ അല്ലെങ്കിൽ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് MSS ഉണ്ടാകുന്നത്. സോ മാർക്കറ്റ് ഇവിടെ എന്താക്കി ആ റീസെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത ഹൈനെ ബ്രേക്ക് ചെയ്തു. എന്ത് ബ്രേക്ക് ചെയ്തു? ബോഡി ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ ഒരു MSS നമുക്കൊരു എൻട്രി നോക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ നിന്നൊരു ലോങ് പോസിഷൻ നമുക്ക് നോക്കാം. ഓൾറെഡി മാർക്കറ്റ് താഴത്തെ ലിക്വിഡിറ്റിയാണ് എടുത്തത്, സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ് എടുത്തത്. സോ ബൈ സൈഡിലോട്ടാണ് നെക്സ്റ്റ് മൂവ്മെൻറ്റ്. നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ആയിട്ട് എന്താക്കി ആ ഒരു MSS നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ അവിടെ ഒരു FEG കൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റി. എവിടെ ആ ഒരു MSSനോട് തന്നെ FEG ഫൈൻഡ് ചെയ്യാൻ പറ്റി. സോ നമുക്ക് ആ ഒരു FEGയിൽ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം, ആ ഒരു റീസൺ എടുത്തിട്ട് ലോ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു ലോയിലോട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1:2 വരെ ടാർഗറ്റ് വെച്ചാൽ നമുക്ക് അവിടെ ഒരു TP കിട്ടാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു MSSൽ എൻട്രി എടുക്കുന്നതെന്ന്. അതേപോലെ ഞാനിവിടെ ഒരു ബിയറിഷ് ആയിട്ടുള്ളൊരു MSSൽ ബിയറിഷ് ആയിട്ടൊരു എൻട്രി അല്ലെ സെൽ എൻട്രി എങ്ങനെ എടുക്കുന്നതും കൂടെ കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്താക്കി ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഒരു സ്വിംഗ് ഹൈനെ സ്വീപ്പ് ചെയ്തു, 1 ഹവറിലെ സ്വിംഗ് ഹൈനെ സ്വീപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ 5 മിനിറ്റ്സോട് സ്വിച്ച് ചെയ്തു. ഇനി എങ്ങനെയാണ് നമുക്ക് MSSൽ അവിടെ എൻട്രി ഉള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ലോയിനെ ലോവർ ടൈം ഫ്രെയിമിൽ ബോഡി ബ്രേക്ക് ചെയ്തു. ഓക്കെ, വിക്ക് ബ്രേക്ക് അല്ല, ബോഡി ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമ്മളവിടെ ഒരു MSS ഡ്രോ ചെയ്തു, ബിയറിഷ് ആയിട്ടുള്ള MSS ഡ്രോ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താക്കാം, എൻട്രി ഇവിടെ നോക്കാം. ആ ഒരു MSS നമുക്കൊരു എൻട്രി നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് FIB യൂസ് ചെയ്ത് ആ ഒരു 50% നിങ്ങൾക്ക് എൻട്രി വെക്കാവുന്നതാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമ്മൾ ആ ഒരു ഹൈയിൽ വെച്ചു. അതിനുശേഷം ഓൾമോസ്റ്റ് 1:2 നമ്മൾ ടാർഗറ്റും സെറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു MSS ക്രിയേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു എൻട്രി പോയിന്റ് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എൻട്രി തന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു മാർക്കറ്റിൽ MSS യൂസ് ചെയ്ത് ലോ ടൈം ഫ്രെയിമിൽ ഹൈ ടൈം ഫ്രെയിമിൽ എൻട്രികൾ നോക്കുന്നത്, അലൈൻ ചെയ്ത് എൻട്രികൾ നോക്കുന്നത്. ഓക്കെ, ഞാനിവിടെ 1 ഹവറിലൂടെയുള്ള MSSകൾ കാണിച്ചു തരാം. ഇത് നമ്മൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാനാണ്. ഇവിടെ മാർക്കറ്റ് അപ്പ് ട്രെൻഡാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തന്നത്. കാരണം മാർക്കറ്റ് റീസെൻ്റായി ക്രിയേറ്റ് ഹൈനെ ബോഡി ബ്രേക്ക് ചെയ്താണ് മുകളിലോട്ട് പോകുന്നത്. സോ അവിടെ നമുക്കൊരു അപ്പ് ട്രെൻഡാണ്. സോ നമ്മളിപ്പോൾ എന്താക്കണം, ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. നമ്മൾ ഒരിക്കലും ഒരു MSS കിട്ടിയെന്ന് വെച്ച് ട്രേഡ് എടുക്കരുത്, അല്ലെങ്കിൽ ഒരു സ്വീപ്പ് ശേഷം MSS കിട്ടിയെന്ന് വെച്ച് ട്രേഡ് എടുക്കരുത്. ആ ഒരു മാർക്കറ്റിൻ്റെ ഓവറോൾ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കണം. ആ ഡയറക്ഷനിലോട്ടാണെങ്കിൽ മാത്രം സ്വീപ്പ് ചെയ്ത് എൻട്രി തരുന്നതെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. അല്ലാണ്ട് ഒരിക്കലും മാർക്കറ്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട്. സോ മാർക്കറ്റിൻ്റെ ഡയറക്ഷനെ എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് നോക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു MSS കിട്ടിയത് നിങ്ങളുടെ ഡയറക്ഷനിലോട്ടാണെങ്കിൽ മാത്രം ആ ഒരു എൻട്രി നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ക്വാളിറ്റി ട്രേഡ്സ് എടുക്കുക, ഒരിക്കലും ക്വാണ്ടിറ്റി ട്രേഡ്സ് അല്ല, ക്വാളിറ്റി ട്രേഡ്സിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മാർക്കറ്റിൽ MSS ഫൈൻഡ് ചെയ്യുന്നതും ആ ഒരു MSS യൂസ് ചെയ്ത് എൻട്രികൾ എടുക്കുന്നതും. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു CGC മിസ്സാകാണ്ടിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.